ഇന്റർനെറ്റിന്റെ ലോകത്ത് നമ്മൾ സുരക്ഷിതരാണോ? ആണോ? അല്ല. അല്ല. നമ്മുടെ വാട്സപ്പ് സുരക്ഷിതമാണോ? നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് ഉപയോഗിക്കാറില്ല എല്ലാവരും. നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് സുരക്ഷിതമാണോ? ആണോ? അല്ല. എവിടെയെങ്കിലും വാട്സപ്പ് ഹാക്ക് ചെയ്തതായിട്ട് കേട്ടില്ല? അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫോണിന്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ മറ്റാരെങ്കിലും അറിയുന്നു എന്നുള്ളത് കേട്ടില്ല? എവിടെയെങ്കിലും കേട്ടില്ല? കേട്ടത് മുഴുവൻ സോഷ്യൽ മീഡിയ വഴി കേട്ടതായിരിക്കും അല്ലെ? അനുഭവത്തിലുണ്ടായിരുന്നോ? എന്നാ പറഞ്ഞേ? അതായത് വാട്സപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങളുടെ ഫോണിന്റെ അകത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് അക്കൗണ്ട് എന്റെ ഫോണിലേക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ സിം കാർഡ് എന്റെ ഫോണിൽ ആവശ്യമുണ്ടോ ഇല്ലയോ? എന്തേ വേണ്ടു? എന്തുണ്ടായാൽ നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് എന്റെ ഫോണിൽ കിട്ടും? നിങ്ങളുടെ ഫോണിന്റെ അകത്ത് വരുന്ന OTP എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ അകത്തുള്ള വാട്സപ്പ് അക്കൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ഫോണിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന് എന്തേ വേണ്ടു? OTP മാത്രമേ വേണ്ടൂ. അങ്ങനെ നിങ്ങളുടെ ഫോണിന്റെ അകത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് അക്കൗണ്ട് എന്റെ ഫോണിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ അക്കൗണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് വാട്സപ്പ് അക്കൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങളുടെ ഫോണിന്റെ അകത്ത് ഉപയോഗിക്കുന്ന വാട്സപ്പ് അക്കൗണ്ട് എന്റെ ഫോണിലേക്ക് കിട്ടണമെങ്കിൽ OTP മാത്രം മതി. ഫോണിന്റെ അകത്ത് വരുന്ന OTP മനസ്സിലാക്കിയാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ അക്കൗണ്ട് എനിക്ക് എടുക്കാൻ പറ്റും. പക്ഷേ അതേ സമയത്ത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഫോണിന്റെ അകത്ത് വരുന്ന ഡാറ്റ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല? എന്റെ ഫോണിൽ കാണാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ പറ്റുന്നുവെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ അകത്ത് വരുന്ന എല്ലാ മെസ്സേജുകളും മറ്റാർക്കെങ്കിലും കിട്ടുമെങ്കിൽ അതിനൊരു ഓപ്ഷൻ എന്നുള്ളത് വാട്സപ്പിന്റെ അകത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. വാട്സപ്പ് വെബ് എന്ന് പറഞ്ഞു കേട്ടിനോ? കേട്ടിനെ? അതായത് എന്ത് ചെയ്യാ, നമ്മുടെ ഫോണിന്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് മറ്റ് 4ഓളം ഡിവൈസിന്റെ അകത്ത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഓപ്ഷനാണ് വാട്സപ്പ് വെബ് എന്ന് പറഞ്ഞത്. അതായത് നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിലായിട്ട് 3 ഡോട്ട് കാണും റൈറ്റ് സൈഡിൽ, കണ്ടിനോ? അതിൽ നോക്കിക്കഴിഞ്ഞാൽ ലിങ്ക്ഡ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ലിങ്ക്ഡ് ഡിവൈസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന്റെ അകത്തുള്ള വാട്സപ്പ് ഏതെങ്കിലും ഡിവൈസിന്റെ അകത്ത് കണക്ട് ആയിരുന്നു എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഉപയോഗിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ബിസിനസ് ആവശ്യങ്ങൾക്കും. അതായത് വാട്സപ്പിന്റെ തന്നെ ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ വാട്സപ്പ് മറ്റേതെങ്കിലും ഡിവൈസിന്റെ അകത്ത് കണക്ട് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ ഉള്ള ഒരു ഓപ്ഷനാണ് എന്ത്? വാട്സപ്പ് വെബ് എന്ന് പറഞ്ഞത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫോണിന്റെ അകത്തുള്ള വാട്സപ്പ് മറ്റൊരു ഡിവൈസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലാതെ ഒരു കാരണവശാലും നിങ്ങളുടെ ഫോണിന്റെ അകത്തുള്ള വാട്സപ്പ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല? മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഒരു കാരണവശാലും വാട്സപ്പുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? വാട്സപ്പ് ഡാറ്റകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഹാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എല്ലാ വാട്സപ്പ് ചാറ്റിന്റെ മുകളിലായിട്ട് വാട്സപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് എൻഡ് ടു എൻക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞു. കണ്ടില്ല? അതായത് ഞാനൊരു മെസ്സേജ് അയച്ചാൽ എനിക്കും ഞാൻ ആർക്കാണോ അയക്കുന്നത് ആ റിസീവ് ചെയ്യുന്നവർക്കും അല്ലാതെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ മറ്റൊരാൾക്ക് ആ ഡാറ്റ കിട്ടുകയില്ല. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് റീഡബിൾ ഫോർമാറ്റിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് കാണാൻ വേണ്ടി പറ്റില്ല. വാട്സപ്പ് എന്നുള്ളത് എൻഡ് ടു എൻക്രിപ്റ്റ് ആണ്. ഒരു മെസ്സേജ് ആരാണോ അയക്കുന്നത് അവർക്കും റിസീവ് ചെയ്യുന്നവർക്കും അല്ലാതെ മറ്റൊരാൾക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റില്ല? റീഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. 100% സെക്യൂർ ആയ പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് വാട്സപ്പ് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ഫോണിന്റെ അകത്ത് വരുന്ന OTP എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ഫോണിൽ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ വാട്സപ്പിനല്ല ഫോണിന്റെ അകത്ത് വരുന്ന OTP മറ്റാരെങ്കിലും മനസ്സിലാക്കി നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് വാട്സപ്പ് തന്നെ സെക്കൻഡ് ലെവൽ സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ എന്തുകൊണ്ടുവന്നത്? 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. കേട്ടിട്ടില്ല? കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോ. വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വെക്കണം. വാട്സപ്പിന്റെ സെറ്റിംഗ്സിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പോയിട്ട് ഇനേബിൾ ചെയ്യുമ്പോൾ നിങ്ങളോട് 6 അക്ക പിൻ നമ്പർ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയും. ആ പിൻ നമ്പർ കൊടുത്തിട്ട് എന്താ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു 6 അക്ക പിൻ നമ്പർ കൊടുത്തിട്ട് എന്ത് ചെയ്യാം? 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ത് ചെയ്യണം? ഇനേബിൾ ചെയ്യണം. അങ്ങനെ ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ OTP മനസ്സിലാക്കി ആരെങ്കിലും നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ടിൽ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അവർക്ക് എന്താണ്? ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മൾ ഇനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ പിൻ നമ്പർ കൊടുത്തത് അത് കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായിട്ടും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എന്ത് ചെയ്യണം? ഇനേബിൾ ചെയ്ത് വെക്കണം.
ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എല്ലാവരും മുഖത്ത് ഭയങ്കര വിഷമമുള്ളത് പോലെ. നമ്മുടെ അടുത്ത് വന്ന പരാതി ഏറ്റവും ചെറിയ കുട്ടിയുടെ പരാതി എന്നുള്ളത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ പരാതിയാണ്. ഏറ്റവും ചെറിയ കുട്ടിയുടെ പരാതി 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ പരാതിയാണ്. ഏറ്റവും പ്രായമുള്ള വ്യക്തിയുടെ പരാതി എന്നുള്ളത് 94 വയസ്സുള്ള സ്ത്രീയുടെ പരാതിയാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പരാതി എന്നുള്ളത് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട പരാതിയാണ്. അതായത് ആ കുട്ടിയുടെ അച്ഛൻ രക്ഷിതാവ് കൊടുത്ത പരാതിയാണ് ഈ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുമായി ബന്ധപ്പെട്ട പരാതി. 94 വയസ്സുള്ള സ്ത്രീയുടെ പരാതി എന്നുള്ളത് സാമ്പത്തികപരമായ തട്ടിപ്പിനിരയായ ഒരു സ്ത്രീയുടെ പരാതിയാണ്. ആ സ്ത്രീക്ക് ഓൺലൈൻ തട്ടിപ്പ് വഴി നഷ്ടമായ തുക എന്നുള്ളത് 1,75,00,000 രൂപയാണ്. അതായത് 94 വയസ്സുള്ള സ്ത്രീയാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പരാതി കൊടുത്തത് കുട്ടിയുടെ രക്ഷിതാവാണ്. രക്ഷിതാവ് വളവട്ട സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. പരാതിയുടെ ഉള്ളടക്കം ഇങ്ങനെയാണ്: എന്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ഉണ്ടെന്നും ആ അക്കൗണ്ടിൽ എന്റെ മകൾക്ക് സൗഹൃദമുണ്ടെന്നും ആ സൗഹൃദങ്ങൾക്ക് എന്റെ മകൾ അവളുടെ പേഴ്സണലായ വിവരങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ രക്ഷിതാവ് വളവട്ട സ്റ്റേഷനിൽ കൊടുത്ത പരാതിയുടെ ഉള്ളടക്കം. സൈബർ റിലേറ്റഡ് പരാതി ആയതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ ആ പരാതി സൈബർ സെല്ലിലേക്ക് അയച്ചു വന്നു. പരാതി നമ്മൾ പരിശോധിച്ചു. പരാതി പരിശോധിച്ചപ്പോൾ മനസ്സിലായത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എന്നുള്ളത് ഇൻസ്റ്റഗ്രാമിലാണ്. ആ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ ഫോളോവേഴ്സ് എന്നുള്ളത് 1800 മുകളിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടാണ് ആ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കൈകാര്യം ചെയ്യുന്നത്. ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. സൗഹൃദങ്ങൾ പലതും കണ്ണൂർ ജില്ലക്കാരല്ല. കണ്ണൂർ ജില്ലയിൽ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ സൗഹൃദങ്ങൾ ഭൂരിഭാഗവും കണ്ണൂർ ജില്ലക്ക് പുറത്തുള്ളവരാണ്. അങ്ങനെ കുട്ടിയുടെ അക്കൗണ്ട് വെച്ചിട്ട് കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. കുട്ടിക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവർക്ക് അവരുടേതായ രീതിയിൽ ഈ കുട്ടിക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുട്ടിയുടെ ഫോട്ടോ ആവശ്യപ്പെടുന്ന സൗഹൃദങ്ങൾക്ക് എന്ത് ചെയ്തു, കുട്ടിക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്തു, ഫോട്ടോ എടുത്ത് എന്ത് ചെയ്തു, ഷെയർ ചെയ്തു. ആ കുട്ടിയുടെ നെയ്ക്കഡായ ഡ്രസ്സൊന്നുമില്ലാതെ ഫോട്ടോ ആവശ്യപ്പെട്ട സൗഹൃദവും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ എന്ത് ചെയ്തു, ഈ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മോശമായ ഫോട്ടോ, അതായത് ഡ്രസ്സൊന്നും ഇല്ലാത്ത ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്തു, അവർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ വളവട്ടം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. അതിൽ പോക്സോ ആക്ട് പ്രകാരം, അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളോട് മോശമായി പെരുമാറുന്നതും അവരുടെ മോശമായ രീതിയിലുള്ള ഫോട്ടോ കാണുന്നത് പോലും കുറ്റകൃത്യമാണ്. അങ്ങനെ ആ പോക്സോ ആക്ട് പ്രകാരം വളവട്ടം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. അതിൽ പ്രതികളായവരുടെ എണ്ണം എന്നുള്ളത് 8 പേരാണ് പോക്സോ ആക്ട് പ്രകാരം ജയിലിലായത്. ആ 8 പേരിൽ ഒരാൾ പോലും കണ്ണൂർ ജില്ലക്കാരല്ല. ഭൂരിഭാഗം കണ്ണൂർ ജില്ലക്ക് പുറത്തുള്ളവരാണ്. ഈ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഈ രീതിയിൽ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നെങ്കിൽ നോർമലായിട്ട് നമ്മുടെ നാട്ടിലുള്ളവരും നമ്മുടെ സമൂഹത്തിലുള്ളവരും ഏതൊക്കെ രീതിയിലാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്രയോജനപ്പെടുന്നത് എന്നുള്ളത് നിരവധി പരാതികൾ നമ്മളിലേക്ക് വരാറുണ്ട്. അതുകൊണ്ട് കുട്ടികളായാലും ആര് തന്നെയായാലും ഇന്ത്യ, നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നോക്കി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം. പറ്റുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ നാളെ സൈബർ ഇടങ്ങളുടെ ചതിക്കുള്ളിൽ നമ്മുടെ മക്കളും പെട്ടുപോകാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണും ഇന്റർനെറ്റും എന്നുള്ളത് മായാലോകമാണ്. അതായത് നമ്മൾ ഒരു ക്ലിക്കിൽ നമ്മൾ എത്തുന്ന സ്ഥലങ്ങൾ, നമ്മൾ അറിയുന്ന കാര്യങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. അതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അറിയുന്നതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ യൂട്യൂബുകളും നമ്മുടെ ഇന്റർനെറ്റുകളും നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ കുട്ടികൾ വഴിമാറുന്നതെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ എല്ലാ ദിവസവും നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് പരിശോധിക്കുകയും ആ കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുകയും വേണം. കുട്ടികൾ ഏത് രീതിയിലാണ് ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. എല്ലാ ഫോണിന്റെയും സെറ്റിംഗ്സിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിജിറ്റൽ വെൽബീങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഡിജിറ്റൽ വെൽബീങ് അതെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ഒരു ദിവസം എത്ര മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ടെന്നും ആ ഉപയോഗിച്ച സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സെറ്റിംഗ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഡിജിറ്റൽ വെൽബീങ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഉപയോഗിക്കുന്ന സമയവും ആ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ, അതായത് 5 മണിക്കൂറാണ് ഒരു ദിവസം ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ ആ 5 മണിക്കൂറിനുള്ളിൽ ഏതൊക്കെ ആപ്ലിക്കേഷനുകൾ ഏതൊക്കെ സമയത്ത് എത്ര മണിക്കൂറുകൾ ഉപയോഗിച്ചു എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതുവഴി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് കുട്ടികൾ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ് അവരുടെ ചിന്താഗതികളും അവരുടെ വളർച്ചകളും. നമുക്ക് അറിയുന്നതിനപ്പുറം അവർ കാര്യങ്ങൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എന്ത് ചെയ്യാം, കുട്ടിയുടെ ഫോണിന്റെ ഉപയോഗം എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും തരത്തിൽ ഫോണുകൾ ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അടുത്തുള്ള ആരെങ്കിലും പരിചയമുള്ള ആരെങ്കിലും വിശ്വാസയോഗ്യമായ ആരുടെയെങ്കിലും കയ്യിൽ ഫോൺ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഫോണ് പരിശോധിക്കുക തന്നെ വേണം. എന്ത് ചെയ്യാം, ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഡാറ്റകൾ ഈ തരത്തിൽ മിസ്സായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും സൈബർ ലോകത്ത് നമ്മുടെ വഴി എന്തെങ്കിലും തരത്തിലുള്ള ഡാറ്റകൾ ഷെയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. ഒരു ഫോട്ടോ ആയാലും വീഡിയോ ആയാലും നമ്മുടെ എന്തെങ്കിലും ഡാറ്റകളായാലും
നമ്മൾ അയച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഡാറ്റ തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഉപയോഗിക്കില്ല, ഉപയോഗിക്കാത്തവരുണ്ട? ഉപയോഗിക്കില്ല. സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നത് നല്ലതാണോ മോശമാണോ? നല്ലതുകൊണ്ട് ചീത്തയും. നല്ലതുണ്ട്, ചീത്തയും. മോശമുണ്ട്. ഉപയോഗിക്കുന്ന ആളെ ചിന്താഗതി പോലെ ഏത് വഴി പോകണമെന്നുള്ളത്. സോഷ്യൽ മീഡിയകൾ നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം എങ്ങനെയാണെന്ന് അറിയാൻ ഏറ്റവും നല്ല മീഡിയകൾ സോഷ്യൽ മീഡിയ തന്നെയാണ്. കാരണം നമ്മുടെ വീട്ടിനപ്പുറത്ത് ഒരാൾ മരിച്ചു എന്ന് അറിയുന്നത് ചിലപ്പോൾ എന്താണ്, വാട്സപ്പിനകത്ത് വഴിയായിട്ട് നമ്മൾ അറിയുന്നത്. തൊട്ടപ്പുറത്തെ വീട്ടിൽ ആളായിരിക്കും മരിച്ചിട്ടുണ്ടാവും. നമ്മൾ അറിയാം എന്താണ്, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പോഴും വരുന്ന മെസ്സേജുകൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, വാർത്തകൾ അറിയുന്നത് അല്ലെ. അതേപോലെ തന്നെ എന്താണ്, ജീവിച്ചിരിക്കുന്ന ആളെ കൊല്ലുന്നതും വാട്സപ്പ് തന്നെയാണ്. നമ്മൾ സ്റ്റാറ്റസ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ സ്റ്റാറ്റസ് ഇട്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യാം, അയാൾ വീട്ടിന്റെ മുന്നിലെ കൂടി നടന്നു പോകുക. പരാതികൾ നമ്മുടെത്തേക്ക് എത്രയോ വന്നിട്ടുണ്ട് ഈ രീതിയിൽ. സോഷ്യൽ മീഡിയകൾ നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയകൾ നല്ലതാണ്. കുടുംബജീവിതം തകർത്ത പരാതികളിൽ 99% സോഷ്യൽ മീഡിയ വഴിയുള്ള ബന്ധങ്ങളാണ്. സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഏതെങ്കിലും തരത്തിൽ മെസ്സേജുകൾ, അറിയാതെ പ്രൊഫൈലിൽ വരുന്ന മെസ്സേജുകളായാലും റിക്വസ്റ്റുകളായാലും അവോയ്ഡ് ചെയ്യാനുള്ളതാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ 100% എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. നമ്മൾക്ക് വരുന്ന പരാതിയിൽ ഏറ്റവും കൂടുതൽ വരുന്ന പരാതി എന്നുള്ളത് ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട പരാതികളല്ല, സാമ്പത്തികപരമായ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികളാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും എന്താണ്, സൈബർ തട്ടിപ്പുകാർ എന്തായാലും ആരെങ്കിലും സൈബർ തട്ടിപ്പിന് ഇരയായിനോ? ഇല്ല, ആർക്കും പറ്റിയില്ല. ഇതല്ലെങ്കിൽ നാളെ എന്തായാലും കൊടുക്കും. സൈബർ തട്ടിപ്പ് എന്നുള്ളത് എന്ത് ചെയ്യും, നിങ്ങളുടെ ഫോണിനകത്തേക്ക് ഒരു മെസ്സേജ് വരുന്നു, അല്ലെ കോൾ വരുന്നു. കോളിൻ്റെ അകത്ത് പറയുന്ന കാര്യം, നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് കണക്ഷൻ ഈ നമ്പറുമായി ലിങ്ക്ഡ് ആണെങ്കിൽ 1 അമർത്തുക, അല്ലെങ്കിൽ 9 അമർത്തുക. എന്താ അമർത്തുക? അതായത് ഗ്യാസ് ഏജൻസിന്റെ ഭാഗത്ത് വരുന്ന കോളാണ്. കോളിൽ നിങ്ങളോട് പറയുന്ന കാര്യം എന്നുള്ളത്, നിങ്ങളുടെ വീട്ടിലെ ഉപയോഗിക്കുന്ന ഗ്യാസ് കണക്ഷൻ ഈ നമ്പറുമായി ലിങ്ക്ഡ് ആണെങ്കിൽ 1 അമർത്തുക, അല്ലെങ്കിൽ 0 അമർത്തുക. എന്താ അമർത്തുക? നിങ്ങൾ അമർത്തണ്ടേ? എന്താ അമർത്തുക? ഒന്നും അമർത്തില്ലേ? നല്ല ആള് അമർത്താൻ അമർത്തൂല. ഞാൻ ഇരുന്ന് അങ്ങോട്ടേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആരും അമർത്തൂല. പക്ഷെ എന്ത് ചെയ്യും, ഗ്യാസ് കണക്ഷനും ഗ്യാസും അടുപ്പും ആലോചിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളോട് ഒന്ന് അമർത്തിക്കും അല്ലെ? അമർത്തില്ലയോ? 100% എന്ത് ചെയ്യും, നമ്മൾ അമർത്തും. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു കോളാണ്, ടെലികോം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് വരുന്ന കോളാണ്. നിങ്ങളുടെ പേരിലാണ് സിം കണക്ഷൻ, പേര് അവർ നിങ്ങളോട് പറഞ്ഞുതരും. നിങ്ങളുടെ പേരിലാണ് കണക്ഷൻ എങ്കിൽ എന്ത് ചെയ്യാം, 1 അമർത്തുക, അല്ലെങ്കിൽ 9 അമർത്തുക. എന്ത് ചെയ്യും, നോക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രസ് ചെയ്യും. തലശ്ശേരിയിൽ ഒരു സ്ത്രീ ഇതേ രീതിയിൽ കോൾ വന്നു. ആ സ്ത്രീയോട് പറഞ്ഞു എന്താണ്, ടെലികോം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് കോളാണെന്ന് പറഞ്ഞു. ആ സ്ത്രീയോട് എന്ത് ചെയ്തു, സ്ത്രീയോട് പറഞ്ഞു 1 അമർത്താൻ പറഞ്ഞു. ആ സ്ത്രീ എന്ത് ചെയ്തു, 1 അമർത്തി. 1 അമർത്തിയപ്പോൾ കോൾ ഫോർവേഡ് ആയത് മുംബൈ പോലീസിലേക്കാണ് കോൾ കണക്ട് ആയത്. മുംബൈ പോലീസിലേക്ക് കോൾ കണക്ട് ആയി. ആ സ്ത്രീയോട് പറഞ്ഞു, ഇവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ടെന്നും ആ ക്രൈമിൽ ഉൾപ്പെട്ടയാൾ ഉപയോഗിച്ച സിം കാർഡ് നിങ്ങളുടെ പേരിലെ കണക്ഷനാണ് അവർ ഉപയോഗിച്ചത് എന്ന് എന്ത് ചെയ്തു, ആ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് ഈ സ്ത്രീയോട് പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞു, ഞാൻ കേരളത്തിന് പുറത്ത് ഇതുവരെ സഞ്ചരിച്ചില്ല എന്ന് പറഞ്ഞു. ആ സ്ത്രീയോട് അവർ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, ലൈവ് വീഡിയോ കോളിലേക്ക് വരണമെന്ന് പറഞ്ഞു. ആ സ്ത്രീ എന്ത് ചെയ്തു, ലൈവ് വീഡിയോ കോളിലേക്ക് പോയി. വീഡിയോ കോളിലേക്ക് പോയ സമയത്ത് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തികൾ എന്നുള്ളത് പോലീസ് യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ആ സ്ത്രീയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ആ സ്ത്രീയോട് പറഞ്ഞു, ഈ ക്രൈമിൽ ഉൾപ്പെട്ടയാൾ നമ്മൾ അവരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരെ കയ്യിൽ നിന്ന് കിട്ടിയ സിം കാർഡ് എന്നുള്ളത് നിങ്ങളുടെ പേരിലെ കണക്ഷനാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ പേരിലും നിങ്ങളുടെ പേരിലും ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആ സ്ത്രീക്ക് ആ സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യുന്നു, വാട്സാപ്പിലേക്ക് അയച്ചു കൊടുത്തു. ആ സ്ത്രീ അതൊക്കെ വായിച്ചു നോക്കി, എന്താണ് അത് സത്യമാണ്. അതായത് ആ കേസിൽ എന്താണ് ഈ സ്ത്രീ കൂടി ഉൾപ്പെട്ടിരുന്നു. ആ സ്ത്രീ എന്ത് ചെയ്തു, അതിനെ ഡിപെൻഡ് ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞു. ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങളെ നമ്മൾ വെർച്വലായി അറസ്റ്റ് ചെയ്തിട്ടാണുള്ളത് എന്ന് പറഞ്ഞു. അതായത് ഓൺലൈനായിട്ട് അറസ്റ്റ് ചെയ്തിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീട് വിട്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന്. ആ സ്ത്രീ കുറെ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, വീട് അവർ പറഞ്ഞു എന്താണ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ അകത്തുള്ള മുഴുവൻ തുകയും നിങ്ങൾ ഇല്ലീഗലായി സമ്പാദിച്ചതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ അകത്തുള്ള മുഴുവൻ തുകയും സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ അയച്ചു തരണമെന്ന് എന്ത് ചെയ്തു അവർ പറഞ്ഞു. അതുപോലെ തന്നെ ഈ പൈസ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അന്വേഷണം കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടാനുള്ളതാണ് എന്ത് ചെയ്യും, അത് നമ്മൾ തിരിച്ചു തരുമെന്ന് എന്ത് ചെയ്തു അവർ ഈ സ്ത്രീയോട് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ ഘട്ടം ഘട്ടമായി അയച്ചു കൊടുത്ത തുക എന്നുള്ളത് 67 ലക്ഷം രൂപയാണ്.
67 ലക്ഷം രൂപ ഈ സ്ത്രീ എന്ത് ചെയ്തു, അവർക്ക് ഘട്ടഘട്ടമായി അയച്ചു കൊടുത്തു. വീണ്ടും അവരെന്ത് ചെയ്തു, പൈസക്ക് ആവശ്യപ്പെട്ടു. അപ്പൊ ആ സ്ത്രീക്ക് മനസ്സിലായി എന്താണ് ഇതൊരു സൈബർ തട്ടിപ്പാണെന്ന് മനസ്സിലായി. ഒരു കാരണവശാലും നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇങ്ങോട്ട് കോളുകൾ വന്ന് അതിനകത്ത് 1 പ്രസ് ചെയ്യാനോ 9 പ്രസ് ചെയ്യാനോ 0 അമർത്താനോ പറയുന്നെങ്കിൽ അത് സൈബർ തട്ടിപ്പാണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഒരു കാരണവശാലും അത്തരം വരുന്ന കോളുകൾക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ മറുപടി കൊടുക്കാൻ വേണ്ടി പാടില്ല. അടുത്ത വരുന്ന ഒരു തട്ടിപ്പാണ് വാട്സപ്പിന്റെ അകത്തൊരു മെസ്സേജ് വരും. അതിൻ്റെ അകത്ത് പറയുന്ന കാര്യം, നിങ്ങളുടെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യാനുള്ള പാർസൽ നിങ്ങളുടെ അഡ്രസ്സ് ശരിയായി രേഖപ്പെടുത്താത്തത് കൊണ്ട് തന്നെ നമുക്ക് എത്തിച്ച് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് താഴെ കാണുന്ന ലിങ്കിൽ കയറി നിങ്ങളുടെ അഡ്രസ്സ് ശരിയായി രേഖപ്പെടുത്തുക. എന്ത് ചെയ്യും? സത്യസന്ധമായിട്ട് മറുപടി വാങ്ങാൻ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും, ആ താഴെ പറയുന്ന ലിങ്കിൽ കയറിയിട്ട് എന്ത് ചെയ്യും, അതായത് അതിനകത്ത് പറയുന്ന കാര്യം, നിങ്ങളുടെ അഡ്രസ്സ് തെറ്റായി രേഖപ്പെടുത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യാനുള്ള പാർസൽ നമുക്ക് എത്തിച്ചു തരാൻ പറ്റുന്നില്ല എന്നുള്ള പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ മെസ്സേജ് കാണുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ താഴെയുള്ള ലിങ്കിൽ കയറിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റകൾ എന്ത് ചെയ്യും കൊടുക്കും. ഇതും സൈബർ ഇടങ്ങളിൽ നടക്കുന്ന തട്ടിപ്പുകളാണ്. ഒരു കാരണവശാലും ഇത്തരം മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ ലിങ്കിൽ കയറിയിട്ട് നമ്മുടെ ഡാറ്റകൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ കൊടുക്കാൻ വേണ്ടി പാടില്ല. പിന്നെ വരുന്ന ഒരു തട്ടിപ്പാണ്, നിങ്ങളുടെ മക്കൾ ആരെങ്കിലും വിദേശത്തോ മറ്റോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും പഠിക്കുന്ന ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതേ രീതിയിൽ എന്ത് ചെയ്യും, ഡൽഹി പോലീസോ അല്ലെങ്കിൽ മുംബൈ പോലീസോ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കോൾ വരും. നിങ്ങളോട് പറയും, നിങ്ങളുടെ മകൻ നമ്മുടെ കസ്റ്റഡിയിലാണുള്ളത്, നിങ്ങളുടെ മകനെ നമ്മൾ അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മകന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇത്ര ഗ്രാം MDMA അല്ലെങ്കിൽ ഡ്രഗ്സോ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നും അതിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും എന്ത് ചെയ്യും, ആ പോലീസ് ഉദ്യോഗസ്ഥർ നിങ്ങളോട് പറയും. നിങ്ങളോട് എന്ത് പറയും, നിങ്ങളുടെ വാട്സപ്പ് വഴി ലൈവ് വീഡിയോ കോളിൽ വരാൻ വേണ്ടി പറയും. എന്ത് ചെയ്യും, അവർ പറയുന്ന കാര്യം ഇതേ സെയിം രീതിയിൽ തന്നെയായിരിക്കും. എന്താണ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനകത്തുള്ള പൈസ എന്ത് ചെയ്യണം, നമുക്ക് അയച്ചു തരണം എന്ന് പറയും. എത്രയോ പേര് തട്ടിപ്പിനിരയായ സംഭവമാണ്. അതുപോലെ തന്നെ കണ്ണൂരിലുള്ള ഒരു സ്ത്രീക്ക് ഒരു ദിവസം ഒരു കോൾ വന്നു. 72 വയസ്സുള്ള സ്ത്രീയാണ്. ആ സ്ത്രീക്ക് ഒരു കോൾ വന്നു. ആ സ്ത്രീയോട് പറഞ്ഞ കാര്യം എന്നുള്ളത്, വിളിക്കുന്നത് ഡൽഹി പോലീസ് തന്നെ. ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച്, നിങ്ങളുടെ പേരിലുള്ള ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇല്ലീഗലായ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നും ആ സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലാണെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും എന്ത് ചെയ്തു, ഈ 72 വയസ്സുള്ള സ്ത്രീയോട് എന്ത് ചെയ്തു, അവർ പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞ എന്താണ്, എന്റെ ക്രെഡിറ്റ് കാർഡ് ഞാൻ കുറെ വർഷങ്ങളായി ഉപയോഗിക്കാൻ വെച്ചിട്ടാണ് ഉള്ളത് എന്നൊക്കെ എന്ത് ചെയ്തു, ആ സ്ത്രീ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞതാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, ലൈവ് വീഡിയോ കോളിലേക്ക് വരണമെന്ന് പറഞ്ഞു. ആ സ്ത്രീ എന്ത് ചെയ്തു, ലൈവ് വീഡിയോ കോളിലേക്ക് പോയി. വീഡിയോ കോളിലേക്ക് പോയ സമയത്ത് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തികൾ എന്താണ്, യൂണിഫോമിലാണ്. ആ സ്ത്രീയോട് പറഞ്ഞു, എന്താണ്, നിങ്ങളെ നമ്മൾ വെർച്വലായി അറസ്റ്റ് ചെയ്തിട്ടാണുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീയോട് പറഞ്ഞതിനനുസരിച്ച് ആ സ്ത്രീ ഒരാഴ്ചത്തോളം കാലം എന്താണ്, വീട്ടിൽ തന്നെ എന്താണ്, പുറത്ത് എവിടെയും പോകാതെ വീട്ടിൽ തന്നെ നിന്നു. അവൻ ആ സ്ത്രീയോടും പറഞ്ഞു, എന്താണ്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനകത്തുള്ള മുഴുവൻ തുകയും നിങ്ങൾ ഇല്ലീഗലായി സമ്പാദിച്ചതാണെന്നും അതുകൊണ്ട് തന്നെ മുഴുവൻ തുക എന്ത് ചെയ്യണം, സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അക്കൗണ്ടിലേക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീ അയച്ചു കൊടുത്ത തുക എന്നുള്ളത് 4,95,00,000 രൂപയാണ്. 4,95,00,000 രൂപയാണ് ആ 72 വയസ്സുള്ള സ്ത്രീ അയച്ചു കൊടുത്തത്. വീണ്ടും അവരോട് പൈസ ആവശ്യപ്പെട്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് എന്താണ്, എന്റെ അക്കൗണ്ടിൽ ഇനി പൈസ ഇല്ല എന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു, ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾക്ക് മറ്റൊരു അക്കൗണ്ട് ഉണ്ടല്ലോ, ആ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്ത് ചെയ്തു, അതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീ എന്ത് ചെയ്തു, പിറ്റേ ദിവസം കണ്ണൂർ ടൗൺ SBIന്റെ മെയിൻ ബ്രാഞ്ചിലേക്ക് പോയി. അവിടെ നിന്ന് എന്ത് ചെയ്തു, വീണ്ടും ഒരു 40 ലക്ഷം രൂപ പിൻവലിച്ചു. അപ്പം പിൻവലിക്കുന്ന സമയത്ത് മാനേജർ ചോദിച്ചു, എന്തിന്റെ ആവശ്യത്തിനാണ് പൈസ പിൻവലിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ ഫ്ലാറ്റ് വാങ്ങിക്കേണ്ട ആവശ്യത്തിനാണ് ഈ 40 ലക്ഷം രൂപ എന്ന് പറഞ്ഞു. ആ 40 ലക്ഷം രൂപ എടുത്തിട്ട് എന്ത് ചെയ്തു, ഈ സ്ത്രീ 72 വയസ്സുള്ള സ്ത്രീ എന്ത് ചെയ്തു, അവർക്ക് അയച്ചു കൊടുത്തു. വീണ്ടും അവർ പൈസ ആവശ്യപ്പെട്ടപ്പോൾ ആ സ്ത്രീക്ക് മനസ്സിലായി ഇതൊരു സൈബർ തട്ടിപ്പാണെന്ന് മനസ്സിലായി. ആ സ്ത്രീ എന്ത് ചെയ്തു, സൈബർ തട്ടിപ്പിനിരയായി. ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് പരാതിയില്ല, 72 വയസ്സ് എനിക്ക് പ്രായമായുള്ള ഒരു വ്യക്തിയാണ് ഞാൻ, അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ പരാതിയില്ല. അതുപോലെ തന്നെ എന്റെ ബാങ്ക് ബാലൻസ് ഇനിയും 3 കോടിക്ക് മുകളിലാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ കണ്ണൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സ്വമേധയാ കേസെടുത്തു. 24 മണിക്കൂറിനുള്ളിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു. പ്രതിയുടെ സ്ഥലം എന്നുള്ളത് കോഴിക്കോടും പ്രതിയുടെ വയസ്സ് എന്നുള്ളത് 21 വയസ്സുള്ള ഒരു പയ്യനെയാണ് അറസ്റ്റ് ചെയ്തത്. ആ 21 വയസ്സുള്ള പയ്യനെ അറസ്റ്റ് ചെയ്തു, സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. ആ പയ്യനോട് കാര്യം ചോദിച്ചപ്പോൾ ആ പയ്യൻ പറഞ്ഞു, വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു, പാർട്ട് ടൈം ജോലിയുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജ് എന്ത് ചെയ്തു, ഫോണിലേക്ക് വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്തു, അതിന് അപ്ലൈ ചെയ്തു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു,
നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എനിക്ക് തരികയാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന ഓരോ ലക്ഷം രൂപക്കും 5000 രൂപ കമ്മീഷൻ തരുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ 21 വയസ്സുള്ള പയ്യൻ എന്ത് ചെയ്തു? ആ പയ്യന്റെ ബാങ്ക് അക്കൗണ്ടും അതിന്റെ നെറ്റ് ബാങ്കിങ് സൗകര്യവും ഒക്കെ എന്ത് ചെയ്തു? അവർക്ക് ഷെയർ ചെയ്തു കൊടുത്തു. അങ്ങനെ 72 വയസ്സുള്ള സ്ത്രീയുടെ 80 ലക്ഷം രൂപയാണ് എന്ത് ചെയ്തത്? ഈ 21 വയസ്സുള്ള പയ്യന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയത്. അങ്ങനെ ആ പയ്യന് അവരുമായിട്ട് ഡയറക്റ്റ് വേറെ കോൺടാക്ട് കാര്യങ്ങളൊന്നുമില്ല. വാട്സപ്പിന്റെ അകത്ത് വന്ന മെസ്സേജിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ബന്ധമല്ലാതെ മറ്റൊരു ബന്ധം അവരുമായിട്ട് ഉണ്ടായില്ല. നമ്മൾ എന്ത് ചെയ്തു? ആ പയ്യനെ അറസ്റ്റ് ചെയ്തു, ജയിലിലേക്ക് അയച്ചു. അടുത്ത അന്വേഷണം എന്നുള്ളത് വിളിച്ച ഫോൺ നമ്പറുകളാണ്. വിളിച്ച ഫോൺ നമ്പർ വെച്ചപ്പോൾ മനസ്സിലായത് ഫോൺ നമ്പറിന്റെ ഉടമ എന്നുള്ളത് മട്ടന്നൂരിലെ ഒരു സ്വദേശിയാണ്. നമ്മൾ 24 വയസ്സുള്ള മട്ടന്നൂരിലുള്ള ഒരു പയ്യനാണ് സിം കാർഡിന്റെ ഓണർ എന്ന് മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്തു? ആ പയ്യനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. ആ പയ്യനോട് ചോദിച്ചപ്പോൾ ആ പയ്യൻ പറഞ്ഞു, എന്റെ ഉരുവച്ചാലിന് എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നിന്റെ പേരിലുള്ള സിം കാർഡ് കണക്ഷൻ എനിക്ക് എടുത്തു തരികയാണെങ്കിൽ ഓരോ സിം കാർഡിനും 2000 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ 24 വയസ്സുള്ള പയ്യൻ എന്ത് ചെയ്തു? അവന്റെ പേരിലുള്ള 7 സിം കാർഡ് എന്ത് ചെയ്തു? 2000 രൂപ 14000 രൂപയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവനെ എടുത്തു കൊടുത്തു. ആ സിം കാർഡ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തത്? സൈബർ തട്ടിപ്പ് വന്നത്. നമ്മൾ അവനെ അറസ്റ്റ് ചെയ്തു, അവനും ജയിലിലേക്ക് പോയി. അടുത്ത അന്വേഷണം എന്നുള്ളത് ആരുടെ കയ്യിലാണോ സിം കാർഡ് എടുത്തു കൊടുത്തത് എന്നുള്ളതാണ്. അവരെ എന്ത് ചെയ്തു? നമ്മൾ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യുമ്പോൾ ആ പയ്യന്റെ കയ്യിൽ നിന്ന്, അതായത് 28 വയസ്സുള്ള ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ നിന്ന് കിട്ടിയ സിം കാർഡുകളുടെ എണ്ണം എന്നുള്ളത് 639 സിം കാർഡുകളാണ്. ഭൂരിഭാഗം സിം കാർഡുകൾ ഉപയോഗിച്ചത് സൈബർ തട്ടിപ്പിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് വരുന്ന കോളുകളായാലും നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകളായാലും അയക്കുന്നത് മലയാളികളായിരിക്കും, സംസാരിക്കുന്നത് മലയാളികളായിരിക്കും. അക്കൗണ്ടുകളും അതുപോലെ തന്നെ സിം കാർഡുകളൊക്കെ എന്താണ് ഇപ്പം മലയാളികളുടെ പേരിലുള്ളതാണ്. അതായത് എന്താണ് ഇത്തരത്തിൽ പൈസ കിട്ടുമെന്ന് കരുതി കേരളത്തിന് പുറത്ത് പഠിക്കുന്നവരും കേരളത്തിലുള്ളവരും തന്നെ എന്താണ് പൈസ കിട്ടുമല്ലോ എന്ന് കരുതി അവരുടെ പേരിലെ സിം കാർഡുകളും ബാങ്ക് അക്കൗണ്ടുകളും എന്ത് ചെയ്യും? ഇത്തരം സൈബർ തട്ടിപ്പുകാർക്ക് എന്ത് ചെയ്യും? ഷെയർ ചെയ്തോളും. അത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഭൂരിഭാഗം തട്ടിപ്പ് നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ സൈബർ തട്ടിപ്പിന് ഇരയായാൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ സൈബർ തട്ടിപ്പിന് ഇരയായാൽ എന്ത് ചെയ്യും? നിങ്ങൾ തട്ടിപ്പിന് ഇരയായാലെന്ന് തോന്നുന്നുണ്ടോ? മനസാക്ഷി എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും, അവർക്ക് ഉണ്ടാവില്ല. നിങ്ങളുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ ആ 100 രൂപ അവരെന്ത് ചെയ്യും? കൈക്കലാക്കാനാണ് അവർ ശ്രമിക്കുക. 6 മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, അതായത് ക്യാൻസർ പേഷ്യന്റായ 6 മാസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ പേഷ്യന്റ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആ പേഷ്യന്റിന് ഒരു കോൾ വന്നു. ആ കോളിൽ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെലവായ മുഴുവൻ തുകയും നിങ്ങൾക്ക് ചാരിറ്റബിൾ വഴി തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു കോളാണ് ആ ചെറുപ്പക്കാരന് വന്നത്. ആ ചെറുപ്പക്കാരൻ ആദ്യമൊക്കെ അതിന് സമ്മതിച്ചില്ല. വീണ്ടും അവർ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെലവായ മുഴുവൻ തുകയും എന്താണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചാരിറ്റി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു? ഒരു കോൾ വന്നതാണ്. ആ കോളിന് മറുപടി കൊടുത്തപ്പോൾ ആ ചെറുപ്പക്കാരന് നഷ്ടമായ തുക എന്നുള്ളത് പിന്നെയും 2 ലക്ഷം രൂപകളാണ്. അതായത് 2 ലക്ഷം വീണ്ടും എന്ത് ചെയ്തു? സൈബർ തട്ടിപ്പിന്. അതുപോലെ തന്നെ 100 രൂപ തന്നു കഴിഞ്ഞാൽ 500 രൂപയായി തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ ആരെ കൊടുക്കുകയില്ലയോ? കൊടുക്കും. ഭൂരിഭാഗം പേരും കൊടുക്കും. 10 രൂപ കടം ചോദിച്ചാൽ ആരും കൊടുക്കുക? 10 രൂപ കടം ചോദിച്ചാൽ 5 രൂപ കണ്ടടിക്ക് എടുക്കാനില്ല എന്നാണ് ഭൂരിഭാഗം പറയാം. പക്ഷെ 100 രൂപ തന്നു കഴിഞ്ഞാൽ 500 രൂപയായി തിരിച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം പേരും എന്ത് ചെയ്യും? എടുത്തു കൊടുക്കും. അതുകൊണ്ടാണ് കണ്ണൂരിൽ ഉള്ള ഒരു തഹസിൽദാർക്ക് നഷ്ടമായ തുക എന്നുള്ളത് 63 ലക്ഷം രൂപയാണ്. 63 ലക്ഷം രൂപയാണ് ആ തഹസിൽദാർക്ക് നഷ്ടമായത്. ഇപ്പോൾ സർവീസിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ആ സ്ത്രീക്ക് ഒരു കോൾ വന്നു, ആ സ്ത്രീ മെസ്സേജ് വന്നു വാട്സപ്പിനകത്ത്, വീട്ടിലിരുന്നുകൊണ്ട് സമ്പാദിക്കാം. വരുത്തുണ്ടോ? ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ തോന്നില്ല? ആരെങ്കിലും തട്ടിപ്പിന് ഇരയായിനോ? ഇല്ല. മെസ്സേജ് കണ്ടില്ല? വീട്ടിലിരുന്നുകൊണ്ട് സമ്പാദിക്കാമെന്നുള്ള മെസ്സേജ് കണ്ടില്ല? ഒന്നിക്ക് അവര് പറയാം എന്താണ്, ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ലൈക്കോ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് വാഗ്ദാനങ്ങൾ ഉണ്ടാവും. എടുത്തില്ല? മെസ്സേജ് എടുത്തില്ലേ? പിന്നെന്താ അപ്ലൈ ചെയ്യാൻ സമയമില്ലായിട്ടാ? തട്ടിപ്പാന്ന് തോന്നിയിട്ടാ അപ്ലൈ ചെയ്യാതെ എത്ര പേരുണ്ട്? ആരുമില്ല. മെസ്സേജ് വരായിട്ടാ? മെസ്സേജ് എടുത്തിട്ടുണ്ട്. 100% വീട്ടിലിരുന്ന് കൊണ്ട് സമ്പാദിക്കാമെന്നുള്ള തരത്തിലുള്ള മെസ്സേജുകൾ നമ്മുടെ ഫോണിലേക്ക് വരുന്നതാണെങ്കിൽ അത് 100% തട്ടിപ്പാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം ഇതേ രീതി എന്ത് ചെയ്തു? തഹസിൽദാർക്ക് എന്ത് ചെയ്തു? മെസ്സേജ് വന്നു. എന്നാലും ഓഫീസിൽ വെറുതെ കുറെ സമയം ഇരിക്കുന്നുണ്ട്,
അതിന്റെ ഇടയിൽ ഒരു പാർട്ട് ടൈം ജോലി ആയിക്കോട്ടെ എന്ന് കരുതി എന്ത് ചെയ്തു, തഹസിൽദാർ എന്ത് ചെയ്തു, അതിന് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളൊരു 1000 രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് എന്താണ് 2000 രൂപയായിട്ട് തിരിച്ചു തരാമെന്ന് എന്ത് ചെയ്തു, ആ സ്ത്രീയോട് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ എന്ത് ചെയ്തു, അതിൽ കാണുന്ന ലിങ്കിൽ കയറിയിട്ട് എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തു. ആ സ്ത്രീയോട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ത് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇതിന് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സൈറ്റ് കയറ്റിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങളെ വിവരങ്ങൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനകത്ത് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നിങ്ങൾ ഓരോ പൈസയും നിങ്ങൾ എത്രയാണ് 1000 രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ആ പൈസ നിക്ഷേപിക്കുന്ന കാര്യങ്ങൾ മറ്റും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതുവഴി മനസ്സിലാക്കാനും 1000 രൂപ നിങ്ങൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എത്ര പൈസയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്നും ആ എത്ര പൈസ കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതുവഴി മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീ എന്ത് ചെയ്തു, അതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്തു, പൈസ 1000 രൂപ ഇട്ടു. 1000 രൂപ ഇട്ട ഉടനെ തന്നെ എന്ത് ചെയ്തു, 1 മണിക്കൂറിനുള്ളിൽ തന്നെ എന്താണ് 2000 രൂപയായി തിരിച്ചു കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് 2500 രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 3000 രൂപ കിട്ടുമെന്ന് പറഞ്ഞു. 2500 രൂപ നിക്ഷേപിച്ചു എന്താണ് ഉടനടി എന്ത് ചെയ്തു, 3000 രൂപയായിട്ട് തിരിച്ചിട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എന്താണ് വൻ പൈസ ലാഭമായിട്ട് കിട്ടി. അടുത്ത ലെവൽ എന്നുള്ളത് അവർ പറഞ്ഞ എന്താണ്, അടുത്ത ലെവൽ മുതൽ കണ്ടീഷൻ, ടേംസ് ആൻഡ് കണ്ടീഷൻ മാറ്റമാണ്. 5 ലെവൽ ടാസ്ക് ആണ്. ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ലെവലിൽ നിങ്ങൾ എത്രയാണോ പൈസ ഏൺ ചെയ്യുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ പൈസ പിൻവലിക്കണമെങ്കിൽ 5 ലെവൽ കംപ്ലീറ്റ് ആവണമെന്ന് എന്ത് ചെയ്തു, ആ സ്ത്രീയോട് പറഞ്ഞു. എല്ലാം മുഴുവൻ സംസാരവും ചാറ്റിംഗ് ആണ്. അങ്ങനെ എന്ത് ചെയ്തു, ആ സ്ത്രീ എന്ത് ചെയ്തു, അതിന് അപ്ലൈ ചെയ്തു. എന്ത് ചെയ്തു, 5000 രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 7000 രൂപ കിട്ടുമെന്ന് പറഞ്ഞു. ഫസ്റ്റത്തെ ലെവൽ ടാസ്ക് ആണ്. അങ്ങനെ 5000 രൂപ നിക്ഷേപിച്ചു. അങ്ങനെ 7000 രൂപ കിട്ടി. അക്കൗണ്ടിലേക്ക് വന്നില്ല. 5 ലെവൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അക്കൗണ്ടിലേക്ക് വരുള്ളൂ. പക്ഷെ ഓരോ ലെവൽ നമ്മൾ നിക്ഷേപിക്കുന്ന പൈസയും അതിൽ നമ്മൾ ഏൺ ചെയ്യുന്ന പൈസ എത്രയാണ് എന്നുള്ളത് എന്താണ് ഓൺലൈൻ നോക്കി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ 5000 രൂപ നിക്ഷേപിച്ചു. 7000 രൂപ എന്ത് ചെയ്തു, കിട്ടി. അങ്ങനെ ഘട്ടം ഘട്ടമായി ആ സ്ത്രീ അയച്ചു കൊടുത്ത തുക എന്നുള്ളത് 49 ലക്ഷം രൂപയാണ്. 5 ലെവൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ തഹസിൽദാർ അയച്ചു കൊടുത്ത തുകയാണ് 49 ലക്ഷം രൂപ. 49 ലക്ഷം രൂപ അയച്ചു കൊടുത്തു. എന്ത് ചെയ്തു, ടാസ്ക് കംപ്ലീറ്റ് ആയി. ആ സ്ത്രീയോട് പറഞ്ഞു, അവർ പറഞ്ഞ എന്താണ്, നാളെ ബാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പൈസ പിൻവലിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്ത്രീ എന്ത് ചെയ്തു, പിറ്റേ ദിവസം ബാങ്കിലേക്ക് പോയി. ബാങ്കിൽ പോയ സമയത്ത് എന്താണ്, കുത്തറപ്പുള്ള ബാങ്കിലാണ് പോയത്. ബാങ്കിൽ പോയ സമയത്ത് എന്താണ്, പൈസ പിൻവലിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ആ സ്ത്രീ എന്ത് ചെയ്തു, അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ നിക്ഷേപിച്ച തുക എന്നുള്ളത് 49 ലക്ഷം രൂപയാണ്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പൈസ എന്നുള്ളത് 63 ലക്ഷം രൂപയാണ്. അതായത് അത്രയും ലാഭമാണ്. 63 ലക്ഷം രൂപയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 5 ലക്ഷം രൂപയും കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ ടാക്സ് GST എന്നുള്ള ഇനത്തിൽ എന്ത് ചെയ്യണം, ഒരു 5 ലക്ഷം രൂപയും കൂടി അയക്കണമെന്ന്. അങ്ങനെ ആ സ്ത്രീ എന്ത് ചെയ്തു, വീണ്ടും എന്ത് ചെയ്തു, 5 ലക്ഷം രൂപയും കൂടി കൊടുത്തു. അങ്ങനെ വീണ്ടും എന്ത് ചെയ്തു, അവര് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്താണ്, നിങ്ങൾക്ക് പൈസ എനിക്ക് ഇനിയും എന്ത് ചെയ്യണം, പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് മനസ്സിലായി, തഹസിൽദാർക്ക് മനസ്സിലായി സൈബർ തട്ടിപ്പാണെന്ന് മനസ്സിലായി. അങ്ങനെ ആ സ്ത്രീക്ക് നഷ്ടമായ തുക എന്നുള്ളത് 57 ലക്ഷം രൂപയാണ്. 57 ലക്ഷം രൂപയാണ് ആ സ്ത്രീക്ക് നഷ്ടമായത്. അത് എല്ലാം എന്താണ്, സൈബർ തട്ടിപ്പാണ്. അതായത് ഓൺലൈനിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ജോലി വാഗ്ദാനമായി ആരെങ്കിലും വരുന്നതെങ്കിലും എന്ത് ചെയ്യുക, അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്തു, സൈബർ തട്ടിപ്പിനിരയായി. നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോയി. നമ്മൾ എന്ത് ചെയ്യും, പോലീസ് പരാതി കൊടുക്കുക. സൈബർ തട്ടിപ്പിനിരയായി എന്ത് ചെയ്യും, സൈബർ സെല്ലിൽ പരാതി കൊടുക്കാം. വേറെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? നിങ്ങൾ ഫോൺ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ഫസ്റ്റത്തെ സൗണ്ട് എന്താണ്? നിങ്ങൾ കോൾ ഡയൽ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കേൾക്കുന്ന കൂടുതലായിട്ട് കേൾക്കുന്ന കാര്യങ്ങൾ എന്താണ്? പറ. സൈബർ തട്ടിപ്പിന് വീഴാതിരിക്കാൻ ഡെയിലി കേൾക്കുന്നില്ലേ? ഡെയിലി 1500 കോളും ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് ഇല്ലേ? ഉണ്ട്. എല്ലാ കോളിന്റെ അകത്തും പറയുന്ന കാര്യം ഒന്ന് തന്നെയാണ്. എന്താണ് പറയാ, എന്താണ് പറയാറ്? സൈബർ പറഞ്ഞോ, പറ. അതിൻ്റെ അകത്ത് പറയുന്ന കാര്യം എന്താണ്? കട്ട് ചെയ്ത് എടുത്ത് വിളിക്കും. ഏത് നമ്പർ? നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ സൈബർ തട്ടിപ്പിനിരയായ 1930 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഏതെങ്കിലും തരത്തിൽ സൈബർ തട്ടിപ്പിനിരയായാൽ
1930 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. പോലീസ് സ്റ്റേഷനിലേക്കോ സൈബർ സെല്ലിലേക്കോ എവിടെയും പോയിട്ട് പരാതി കൊടുക്കേണ്ട ആവശ്യമില്ല. സൈബർ തട്ടിപ്പിന് ഇരയാൽ 1930 എന്ന നമ്പറിലേക്ക് വിളിച്ച് പരാതിപ്പെടാം. നിങ്ങൾ അങ്ങനെ പരാതിപ്പെട്ടാൽ, നിങ്ങൾ ഓൺലൈനായിട്ട് ഒരു പരാതി കൊടുത്താൽ, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എന്റെ അക്കൗണ്ടിലേക്കാണ് പണം ക്രെഡിറ്റ് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഓൺലൈൻ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? എന്റെ അക്കൗണ്ട് എന്ത് ചെയ്യും? ഫ്രീസ് ചെയ്യും. അതേ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? 1930 എന്ന നമ്പറിലേക്ക് വിളിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയ പൈസയിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് 1 ലക്ഷം രൂപ കിട്ടി, അതിനാൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 50 ലക്ഷം രൂപ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? 50,000 രൂപ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഇവർക്ക് അയച്ചു കൊടുക്കുന്നു. ആ സമയത്താണ് നിങ്ങൾ പരാതിപ്പെടുന്നതെങ്കിൽ എന്റെ അക്കൗണ്ട് ഇവരെ അക്കൗണ്ട് എന്ത് ചെയ്യുന്നു? ഫ്രീസ് ചെയ്യപ്പെടും. അതേ സമയത്ത് എന്ത് ചെയ്യുന്നു? അവർ ആ 50,000 രൂപയിൽ നിന്ന് ഒരു 100 രൂപ എടുത്ത് എന്ത് ചെയ്യുന്നു? കടക്കാരന് സാധനം വാങ്ങിച്ച പൈസയായിട്ട് കൊടുക്കുന്നു. ആ സമയത്താണ് നിങ്ങൾ 1930 എന്ന നമ്പറിലേക്ക് വിളിച്ച് പരാതിപ്പെടുന്നതെങ്കിൽ എന്റെ അക്കൗണ്ടും ഇവരെ അക്കൗണ്ടും ആ 100 രൂപ ക്രെഡിറ്റ് ആയ കടക്കാരന്റെ അക്കൗണ്ട് എന്ത് ചെയ്യും? ഫ്രീസ് ചെയ്യപ്പെടും. അങ്ങനെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അത് ഓൺലൈനിൽ തന്നെ പരാതി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിലേക്ക് ആ പരാതി എന്ത് ചെയ്യും? ഫോർവേഡ് ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ പരാതി തിരിച്ചിട്ടുകയും ചെയ്യും. നമ്പർ ഓർമ്മയുണ്ടാവുക? ഉണ്ടാവും. ഓർമ്മ ഫോണുണ്ട് കയ്യിൽ? 1930 ഉണ്ട്. സേവ് ചെയ്ത് വെച്ചു. എന്തായാലും ആവശ്യമില്ല. ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ എന്തായാലും പെടും, ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും നിങ്ങൾ ആരെങ്കിലും പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുക? 1930 എന്ന നമ്പർ എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെക്കുക. പൈസ ഉള്ളവർ മാത്രമല്ല തട്ടിപ്പിന്. തലശ്ശേരിയിലെ ഒരു ഡോക്ടർക്ക് നഷ്ടമായ തുക എന്നുള്ളത് 5,35,00,000 രൂപയാണ്. ഓൺലൈൻ ട്രേഡിംഗ് വഴി ആ ഡോക്ടർക്ക് നഷ്ടമായ തുക 5,35,00,000 രൂപയാണ്. നിങ്ങൾ വിചാരിക്കേണ്ട പണക്കാരും എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ മാത്രമാണ് തട്ടിപ്പിനിരയാകുന്നത് എന്നുള്ളത് കരുതേണ്ട. ഒരുപാട് ആൾക്കാർ, സാധാരണക്കാരായാലും പൈസ ഇല്ലാത്തവർ പോലും അപ്പുറത്തൊക്കെ കടം വാങ്ങിച്ചിട്ട് തട്ടിപ്പിരിയാൻ എത്രയോ ആൾക്കാരുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് ആദ്യം 2,000 രൂപ നിക്ഷേപിക്കാൻ പറയും, എന്ത് ചെയ്യും? പിന്നെ അത് 5,000 രൂപയാവും. 5,000 രൂപ 10,000 ആവും. 10,000 20,000 ആവും. 20,000 കൊടുത്തിട്ട് നിങ്ങളോട് പറയുന്ന ഒരു 5,000 രൂപയും കൂടി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ചെലവാക്കിയതിന്റെ 35